ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ആഴ്ച എങ്ങനെയായിരിക്കും? ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാവും അല്ലേ? അപ്പോൾ ഒട്ടും വൈകണ്ട, നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ ആഴ്ച നിങ്ങൾക്കുള്ള വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ആഴ്ച തുടങ്ങുന്നത് തന്നെ ഒരു നല്ല പ്രാർത്ഥനയോടെയാണ്. വരുണ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ആഴ്ച ശരിക്കും ഒരു പുതുമയുടെയും സംരക്ഷണത്തിൻ്റെയും ഒക്കെ സമയമാണ്. ഒരു പോസിറ്റീവ് സ്റ്റാർട്ടല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് നോക്കാം. ഈ ആഴ്ച നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും? പൊതുവെയുള്ളൊരു സാഹചര്യം എങ്ങനെയായിരിക്കും? അതറിയാലോ, എല്ലാം തുടങ്ങുന്നത് അവിടെ നിന്നാണല്ലോ. ഈ ആഴ്ച ഏറ്റവും വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. കുറച്ചു കാലമായി ഉണ്ടായിരുന്ന ആ ഒരു കൺഫ്യൂഷനില്ലേ, ആ ഒരു മോഡൽ മഞ്ഞ്, അതൊക്കെ പതിയെ അങ്ങ് മാറും. ആത്മവിശ്വാസം കൂടും. അതോടെ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. മാത്രമല്ല, കുറേ നാളായി നിങ്ങളുടെ മുന്നിൽ ഒരു തടസ്സമായി നിന്നിരുന്ന കാര്യങ്ങളൊക്കെ വഴിമാറി തുടങ്ങുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ ആഴ്ച നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: വലിയ ബഹളമൊന്നും വേണ്ട. നിശബ്ദമായി, പക്ഷേ നല്ല ഉറച്ച ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. കാരണം ഈ സമയത്ത് നിങ്ങളുടെ വാക്കുകളേക്കാൾ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രവൃത്തികളായിരിക്കും. അപ്പോൾ മനസ്സിൽ ഇത്രയും വ്യക്തതയും കോൺഫിഡൻസും വരുമ്പോൾ അത് സ്വാഭാവികമായും നിങ്ങളുടെ കരിയറിനെയും പണത്തിൻ്റെ കാര്യങ്ങളെയും ഒക്കെ ബാധിക്കുമല്ലോ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കരിയറിൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ആഴ്ചയാണ് കേട്ടോ. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങളെ തേടി വരാം. അത് ശരിക്കും നിങ്ങളുടെ മുകളിലുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം കൂടുന്നതിൻ്റെ ഒരു സൂചനയാണ്. ഇനി നിങ്ങൾ റിസർച്ച്, ടെക്നിക്കൽ, മെഡിക്കൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിലാണെങ്കിലേ പ്രത്യേക നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില നല്ല വാർത്തകൾ കേൾക്കാനും നല്ല സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ തർക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ ആഴ്ച നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് ക്ഷമയാണ്. അത് പ്രയോഗിച്ചാൽ മാത്രം മതി, വിജയം ഉറപ്പാണ്. ഇനി പണത്തിൻ്റെ കാര്യം നോക്കിയാലോ, വലിയ കുതിച്ചുചാട്ടങ്ങളൊന്നും ഈ ആഴ്ച പ്രതീക്ഷിക്കേണ്ട. പക്ഷേ പേടിക്കാനുമൊന്നുമില്ല. കാരണം നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. നിങ്ങളുടെ ചെലവുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കും. അതുതന്നെ ഒരു വലിയ ആശ്വാസമാണല്ലേ? പഴയ കടങ്ങളൊക്കെ തീർക്കാനുള്ള വഴികൾ മുന്നിൽ തെളിഞ്ഞു വരും. വരുമാനത്തിനൊരു കുറവുമുണ്ടാവുകയുമില്ല. അഥവാ സാമ്പത്തികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു ചെറിയ പരിഹാരമുണ്ട്. വരുന്ന ശനിയാഴ്ച വരുണ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് കുറച്ച് ജലം സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. സാമ്പത്തിക തടസ്സങ്ങൾ മാറാൻ ഇത് സഹായിക്കും എന്നാണ് വിശ്വാസം. ശരി, അപ്പോൾ ജോലിയുടെയും പണത്തിൻ്റെയും കാര്യത്തിൽ ഇങ്ങനെയൊരു പുരോഗതിയുണ്ട്. ഇനി ഇത് നമ്മുടെ കുടുംബജീവിതത്തിലും ആരോഗ്യത്തിലും എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. കുടുംബത്തിൽ നല്ല സമാധാനപരമായൊരു അന്തരീക്ഷം തന്നെയായിരിക്കും ഈ ആഴ്ച. ബന്ധങ്ങളിലുണ്ടായിരുന്ന ചെറിയ അകൽച്ചയൊക്കെ കുറഞ്ഞ് സംസാരം കൂടും. വീട്ടിലെ മുതിർന്നവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് നല്ല ഗുണം ചെയ്യും. പ്രത്യേകിച്ച് വീടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ. ഇനി വിവാഹാലോചനകളുമായി മുന്നോട്ട് പോകുന്നവർക്ക് ഇത് വളരെ നല്ലൊരു സമയമാണ്. കാര്യങ്ങൾ അനുകൂലമാകും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പൊതുവെ കുഴപ്പമൊന്നുമില്ല. എന്നാലും നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്തേ പറ്റൂ. ചില മാനസിക സമ്മർദ്ദങ്ങൾ കാരണം ഉറക്കം കുറയാനൊരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ പേടിക്കേണ്ട, അതിനെ മറികടക്കാൻ എളുപ്പമാണ്. ധാരാളം വെള്ളം കുടിക്കുക, അത് ശരീരത്തിന് നല്ലതാണ്. പിന്നെ മനസ്സിനെ ശാന്തമാക്കാൻ കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ ആഴ്ചയിൽ എങ്ങനെയാണ് ദൈവീകമായ അനുഗ്രഹങ്ങൾ നമുക്ക് ഉറപ്പാക്കാൻ കഴിയുക? മനസ്സിന് നല്ലൊരു സമാധാനവും ഒരു ദൈവീകമായ സംരക്ഷണവും കിട്ടാൻ ഈ 3 ലളിതമായ കാര്യങ്ങൾ ഒന്ന് ശീലിച്ചു നോക്കൂ. ഒന്നാമതായി, എല്ലാ ദിവസവും രാവിലെ വരുണദേവന് ജലം സമർപ്പിക്കുക. ഇത് ദിവസം മുഴുവൻ ഒരു പോസിറ്റീവ് എനർജി തരും. രണ്ടാമത്, ഓം വരുണായ നമ എന്ന മന്ത്രം ഒരു 11 തവണ ജപിക്കുക. ഇത് മനസ്സിനെ ഒരുപാട് ഫോക്കസ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ഈ ആഴ്ചയിലെ തിങ്കളാഴ്ചയോ ശനിയാഴ്ചയോ ഒരു ക്ഷേത്ര ദർശനം നടത്തുന്നത് നിങ്ങൾക്ക് നല്ലൊരു ആത്മീയ ഉണർവ് നൽകും. ഈ ആഴ്ച എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഈ ഭാഗ്യസൂചകങ്ങളൊന്ന് ഓർത്തുവെക്കുന്നത് നല്ലതാണ്. തിങ്കളാഴ്ചയും ശനിയാഴ്ചയുമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ദിവസങ്ങൾ. നീല, വെള്ള എന്നീ നിറങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഭാഗ്യ നമ്പർ 8 ആണ്. എല്ലാത്തിലുമുപരി ഈ ആഴ്ച മുഴുവൻ വരുണദേവന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നോർക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇതിൽ നിന്നെല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്തായിരിക്കും? ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ നമുക്ക് ഈ ഒരു നല്ല സന്ദേശത്തോടെ അവസാനിപ്പിക്കാം. നിങ്ങൾ നിശബ്ദമായി ചെയ്യുന്ന ഓരോ കഠിനാധ്വാനവും ദൈവം കാണുന്നുണ്ട്. സമയം ശരിയാകുമ്പോൾ അതിന് വലിയൊരു ഫലം കിട്ടിയിരിക്കും.
അതുകൊണ്ട് എൻ്റെ പ്രയത്നം ആരും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഒരിക്കലും വിഷമിക്കരുത്. ആ ഒരു വിശ്വാസത്തിൽ ഈ ആഴ്ചയെ നേരിടുക. എല്ലാ ആശംസകളും. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.